ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി തൻ്റെ ക്ലയൻറ്റിനെ വിളിച്ചതിന് ശേഷം എത്രയും വേഗം തന്നെ വർക്കുകൾ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. മീര വന്ന ഉടനെ തന്നെ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഫോണിൽ കൂടി എത്ര നാളാണ് നീ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, നിനക്ക് ഡയറക്റ്റ് എന്നാൽ പാർലറിലേക്ക് ചെന്നുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലും വലിയ കാര്യങ്ങളുണ്ട് മീര, എനിക്ക് എന്തായാലും പാർലറിലെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ മെയിൻ ലക്ഷ്യം ഇതിന് എങ്ങനെയല്ല വീട്ടിലേക്ക് കയറി പറ്റുക എന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ എങ്ങനെ കയറി പറ്റുമെന്നാണ് പറയുന്നത്, കയറി ചെല്ലാതിരിക്കാൻ പാറ്റുണ്ട്, നീ ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖഭാവം വേഗം മാറുന്നുണ്ട്. ആ ഒരു സമയത്താണ് മീര പറയുന്നത്, നീ ഇന്ന് നിന്റെ ആന്റിയുടെ ബർത്ത്ഡേ ആണ്, ശ്രുതി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി താനത് അറിഞ്ഞില്ലല്ലോ എന്ന രീതിക്ക് നിൽക്കുന്ന സമയത്ത് അവരവിടെ അത് ആഘോഷമാക്കിയാണെന്ന് മീര പറയുന്നുണ്ട്. വേഗം തന്നെ ശ്രുതിക്ക് ഒരു അതിബുദ്ധി തോന്നുകയാണ്. ശ്രുതി വേഗം തന്നെ മീരയോടായിട്ട് പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം മീര, സ്വർണത്തിൻ്റെയും പണത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും അവർ വീഴാതിരിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു സ്വർണത്തിൻ്റെ മാല അവർക്ക് മേടിച്ചു കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വർണം മേടിക്കാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന നേരത്തെ ആര് സ്വർണം മേടിച്ചു കൊടുക്കും, ഞാനൊരു ഗോൾഡിൻ്റെ മാല മേടിച്ചു കൊടുക്കും. അപ്പം അതേ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ആ ഒരു മാല ഞാൻ വല്ല കാട്ടിലേക്ക് എറിഞ്ഞതിന് ശേഷം കള്ളം മോഷ്ടിച്ചു എന്നൊരു കള്ളം പറയും. അങ്ങനെ ഈ ഒരു പ്രശ്നം ഞാൻ സോൾവ് ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിന്നെ സമ്മതിക്കുന്ന ശ്രുതി, കള്ളത്തിന് മേളിൽ എന്തോരം കള്ളങ്ങൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജീവിതം സേഫ് ആക്കുക എന്നാണ് മീര ലക്ഷ്യം, അതിന് മുകളിൽ എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ശ്രുതിയുടെ ഈ ഒരു തന്ത്രം നല്ലതാണെന്ന് മീരയെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും രവിയും സച്ചിയും രേവതിയും ശ്രീകാന്ത് പക്ഷേയും എല്ലാവരും കൂടെ ഒന്നും ചെയ്യാണ്ട് ഇതെല്ലാം മാറിയെന്ന് കാണുന്നുണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോൾഡിൻ്റെ മാലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു ലെറ്റർ എഴുതാണ്. ഈ ഒരു സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കാര്യം തിരക്കുന്ന സമയത്ത് ഇത് ആൻറ്റിക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്, ഇവർ ഈ ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ വീണു പോകണം, നീ ഈ ഒരു ലെറ്റർ വായിച്ചു നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് മീരയുടെ കയ്യിലേക്ക് ഈ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് മീര വായിച്ചതിന് ശേഷം പറയുന്നുണ്ട്, കൊള്ളാം ശ്രുതി, ഈ ഡയലോഗിൽ എന്തായാലും അവർ തീർച്ചയായിട്ടും വീണിരിക്കുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഈ ഒരു മാലയായിട്ട് പോകുന്നത് മീര നീയാണ്, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം രൂക്ഷമാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് മീര മനസ്സോടുകൂടി തന്നെയായിട്ട് താൻ പോകാമെന്ന് ശ്രുതിയോടായിട്ട് സമ്മതിക്കുന്നതും. ഇതേ സമയം തന്നെ ചന്ദ്ര കേക്ക് മുറിക്കുന്നതിന് വേണ്ടി റെഡിയായി വരുന്ന സമയത്ത് സച്ചിൻ അവരെല്ലാവരും കൂടെ ഒരു ചെറിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ല അച്ഛ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓക്കെയാണ്, അമ്മ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ കയ്യിലും ബലമായി പിടിച്ചുകൊണ്ട് തന്നെ അവർ പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര വരുന്നതെന്ന് വെച്ചാൽ അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ടാണ്. ചന്ദ്ര വരുമ്പോൾ കാണുന്ന രവി മാത്രം നിൽക്കുന്നു, ബാക്കി തൻ്റെ മക്കളെയും മരുമക്കളെയും ആരെയും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇവർ തിരക്കുന്ന സമയത്ത് നീ രേവതിനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൊട്ട് പിന്നാലെ തന്നെ സച്ചി ദേഷ്യപ്പെട്ടു പോയി. രേവതിയുടെ മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ പക്ഷേ ശ്രീകാന്തും ഇറങ്ങിപ്പോയി. കൂടെ ശ്രുതിക്ക് എന്താ ബിരിയാണി എന്തോ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവനും ഇറങ്ങിപ്പോയതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വേഗം വിഷമാവുന്നുണ്ട്. കാരണം ഇത്രയും ഒരുക്കങ്ങളൊക്കെ ചെയ്ത് തൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാം ഈ ഇതൊരു ആഘോഷമാക്കി തീർക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു കാര്യം ചന്ദ്ര അവിടെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി തന്നെ പ്ലാൻ ചെയ്ത്. എന്നിട്ട് അവർ രേവതി എന്ത് കാര്യത്തിലും നുണ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ചെറിയൊരു പരിഭവം പറയുമ്പോഴത്തേക്ക് എന്തായാലും അതവിടെ നിൽക്കട്ടെ, നീ കേക്ക് മുറിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രവി വിളിക്കുന്ന സമയത്ത് എനിക്ക് ആരുമില്ലാതെ ഒരു ആഘോഷവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര സങ്കടപ്പെട്ട് പോകാനൊരുങ്ങുന്ന നേരത്താണ് ശ്രീകാന്ത് വേഗം തന്നെ പേപ്പർ ബോംബ് പൊട്ടിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്ര പേടിച്ച് പോകുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ ചന്ദ്രയുടെ പിന്നിലേക്ക് നിന്ന് രവിയും ഈ ഒരു പേപ്പർ ബോംബ് പൊട്ടിക്കുന്ന പെട്ടെന്ന് ഇവർ കാണുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി സച്ചിങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ 500 രൂപയ്ക്കാണ് ബെറ്റ് വെച്ചിരുന്നത്, രേവതി ചേച്ചി കള്ളം പറഞ്ഞെന്ന് അറിയുമ്പോഴത്തേക്ക് രേവതി ചേച്ചിനെ വിളിച്ച് വഴക്ക് പറയുമെന്നാണ് വിചാരിച്ചിരുന്നത്, അതിൻ്റെ പേരിലാണ് ഞാൻ 500 രൂപയ്ക്ക് ബെറ്റ് വെച്ചത്, ആ ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ ബർത്ത്ഡേ അവരങ്ങനെ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ കേട്ടോ. കേക്ക് മുറിച്ച് രവിക്ക് കൊടുക്കുന്നു. ശ്രീകാന്ത്, വർഷ, സച്ചി, രേവതി എല്ലാവരും തിരിച്ചും നമ്മുടെ ചന്ദ്രയ്ക്ക് കേക്ക് കൊടുക്കുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ആഘോഷം നടക്കുന്ന സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. മീരയെ കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ, നിനക്ക് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ ഒരാൾ ഗിഫ്റ്റ് തന്നു വിട്ടുവെന്നും ഈ ഒരു ഗിഫ്റ്റ് ആൻറ്റിക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരാ ശ്രുതി തന്നു വിട്ടല്ല, അതെനിക്ക് എന്തായാലും ഇവിടെ വേണ്ട എന്ന് ചന്ദ്ര പറയുന്ന നേരത്ത് ഇത് ശ്രുതിയെ തന്നു വിട്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ, അതൊരു സർപ്രൈസ് തന്നെയായിരിക്കുമെന്ന് മീര പറയുന്ന നേരത്ത് എന്തായാലും മീര ഗിഫ്റ്റ് കൊണ്ട് വന്നാലേക്ക് മേരിയോട് നമുക്ക് പരിഭവം പണക്കൊന്നുമില്ല, അത് മേടിക്ക് ചന്ദ്രയെന്ന് രവി നിർബന്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ ശ്രുതിയിട്ട്. എന്നാൽ സച്ചിയാകട്ടെ പറയുന്നുണ്ട്, അമ്മ ഇതെന്തെങ്കിലും പണിയായിരിക്കും, അത് മേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നീ അതൊന്നും വിചാരിക്കൊന്നും വേണ്ട, മീരയെ നമുക്കറിയാവുന്ന കുട്ടിയല്ലേ, അവൾ എന്തായാലും തന്നതല്ലേ, നീ അത് മേടിച്ചോളാനായിട്ട് രവി പറയുകയും മീരയുടെ കയ്യിൽ ഗിഫ്റ്റ് ചന്ദ്രൻ മേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം മീര തിരികെ പോകുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, മോളൊന്നും കഴിച്ചില്ല, കേക്കെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറയുമ്പോഴത്തേക്ക് ഇല്ല എങ്കിൽ ഞാനിത് തരാൻ വേണ്ടി
മാത്രം വന്നാണെന്ന് പറഞ്ഞൊരു മീര പോകുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരു ആരായിരിക്കും കൊണ്ടുവന്നത് ആകാംക്ഷയോട് കൂടി അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോഴാണ് ഈ ഒരു മാല കാണുന്നത്. മാലയുടെ ഉള്ളിലുള്ള ലെറ്റർ എടുത്ത് ശ്രുതി വായിക്കുന്ന സമയത്താണ് ഇത് ശ്രുതി കൊണ്ടുതന്നാണെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന നേരം തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനാവാതെ തന്നെ അവൾക്കുടെ ഒരു ഗിഫ്റ്റ് ഇതെടുത്ത് എൻ്റെ കയ്യിലെടുക്കാമെന്നാണ് അവളുടെ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റ് ബോക്സോട് കൂടി തന്നെ വലിച്ചെറിയാൻ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.